പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ക്ലാഷ് അറ്റ് ദി കാസിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഡ്രൂ മാക്കൻഡയർ ചെയ്തത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചും ക്ലാഷ് അറ്റ് ദി കാസിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് അവസാനിച്ചതിന് ശേഷം CM പങ്കിനെ WWE പുറത്താക്കണം എന്നുള്ളത് WWE തന്നെ ഒരു താരം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ AJ സ്റ്റൈൽസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, AJ സ്റ്റൈൽസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ളത് ഡ്രൂ മാക്കൻഡയറിനെ സംബന്ധിച്ചാണ്. ക്ലാഷ് അറ്റ് ദി കാസിൽ 2024 എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ സ്വന്തം രാജ്യത്ത് വെച്ച് നടന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡെമിൻ പ്രീസ്റ്റിനെതിരെ ചലഞ്ച് ചെയ്ത ഡ്രൂ മാക്കൻഡയർ CM പങ്ക് വന്നിട്ട് അദ്ദേഹത്തെ മനഃപൂർവ്വം പരാജയത്തിലേക്ക് തള്ളിവിടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം എന്താണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു വീഡിയോ ഫൂട്ടേജ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. CM പങ്കിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് അവസാനിച്ചതിന് ശേഷം ഡ്രൂ മാക്കൻഡയർ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ഷോ അവസാനിച്ചു. അതിനുശേഷം ഡ്രൂ മാക്കൻഡയർ വളരെ ക്ഷുഭിതനായിക്കൊണ്ട് വെയ്റ്റ് ബാറ്റ് എന്ന കമൻറ്റേറ്ററോട് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ആ ഒരു എൻട്രൻസ് റാമ്പിലൂടെ നടന്നു പോകുന്നു. അവിടെയും വെയ്റ്റ് ബാറ്റുമായിട്ട് ഒരു സംഭാഷണം ഡ്രൂ നടത്തുന്നുണ്ട്. ഡ്രൂ വളരെ ക്ഷുഭിതനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. CM പങ്കിൻ്റെ ഈ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇനി ഡ്രൂ അറിഞ്ഞിട്ടില്ലേ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. എന്തായാലും WWE നല്ല രീതിയിൽ ഈ ഒരു സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഡ്രൂവിനും പങ്കിനും ഇടയിലുള്ളത് യഥാർത്ഥ പ്രശ്നങ്ങളാണ് എന്നുള്ളതും അവർക്കിടയിലെ സ്റ്റോറി അത് റിയൽ ലൈഫിലെ ഒരു ഫ്യൂഡ് പോലെയാണ് അവർ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ഫൂട്ടേജുകൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. എന്തായാലും ഡ്രൂ മാക്കൻഡയർ ഇപ്പോൾ ഒരിക്കലും ഇനി അടങ്ങിയിരിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. CM പങ്കിനെ ഇനി ഡ്രൂവിൻ്റെ കയ്യിൽ കിട്ടിയാൽ അദ്ദേഹം നന്നായി പെരുമാറും എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ഡ്രൂ മാക്കൻഡയർ ക്ഷുഭിതനായിക്കൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ക്ലാഷ് അറ്റ് ദി കാസിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കാണുന്നതിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് CM പങ്കിനെ സംബന്ധിച്ചാണ്. CM പങ്ക് ക്ലാഷ് അറ്റ് ദി കാസിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നു. CM പങ്ക് പങ്കുവെച്ച അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ CM പങ്ക് ഈ വരുന്ന റോ എപ്പിസോഡിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് 100% കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. എന്നാൽ ഷിക്കാഗോയിൽ വെച്ച് നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ താൻ അപ്പിയർ ചെയ്യുമെന്നുള്ളതും CM പങ്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ റോയിൽ CM പങ്ക് വരാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മെഡിക്കൽ ക്ലിയറൻസ് ലഭിക്കാൻ ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തനിക്ക് റോ മിസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പങ്ക് പറയുന്നത്. സ്മാക്ഡൗണിൽ താൻ അപ്പിയർ ചെയ്തുകൊണ്ട് ഒരു സന്തോഷകരമായ ഒരു വാർത്ത പങ്കുവെക്കും എന്നുള്ളതാണ് CM പങ്ക് പറയുന്നത്. മിക്കവാറും അദ്ദേഹം മെഡിക്കലി ക്ലിയറായി ഇഞ്ചുറി എല്ലാം മാറി ഇഞ്ചുറിയിൽ നിന്ന് മുക്തമായി ഇനി റിങ്ങിൽ കയറി മത്സരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും സ്മാക്ഡൗൺ എപ്പിസോഡിൽ വന്ന് പറയാൻ പോകുന്നത്. CM പങ്ക് യഥാർത്ഥത്തിൽ റോ ബ്രാൻഡിൻ്റെ റെസ്ലർ ആണെന്നുള്ളതും CM പങ്ക് പറയുന്നുണ്ട്. പക്ഷേ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് റോ മിസ് ചെയ്ത് പിന്നീട് സ്മാക്ഡൗണിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പങ്ക് വേഴ്സസ് ഡ്രൂ തമ്മിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ് നമുക്ക് ഇനി കാണാൻ സാധിക്കുക. ഇനി CM പങ്കിനെ WWE നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് നോക്കുകയാണെങ്കിൽ കമൻറ്റേറ്ററായ വെയ്റ്റ് ബാറ്റ് ആണ്. കാരണം ഡ്രൂ മാക്കൻഡയറിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചത് CM പങ്ക് റഫറി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തിന് ശേഷം പോസ്റ്റ് ഷോ ആ ഒരു സംഭാഷണത്തിലാണ് വെയ്റ്റ് ബാറ്റ് CM പങ്കിനെ സംബന്ധിച്ച് ഇത്ര രൂക്ഷമായ ഭാവത്തിലുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞത്. CM പങ്കിനെ WWE മാനേജ്മെൻറ്റ് ഉടനെ പുറത്താക്കണമെന്നും CM പങ്ക് WWE സംബന്ധിച്ച് ഒരു വിഷമാണെന്നും അദ്ദേഹം കമ്പനിയിൽ ഇനി തുടർന്നാൽ അത് കമ്പനിയെ നല്ല രീതിയിൽ മോശമായി ബാധിക്കുമെന്നുള്ളതുമാണ് വെയ്റ്റ് ബാറ്റ് CM പങ്കിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ CM പങ്കിനെ സംബന്ധിച്ച് അത് അദ്ദേഹം പുതുമയുള്ള ഒരു കാര്യമല്ല. അദ്ദേഹം എല്ലാ കമ്പനിയിൽ നിന്ന് എല്ലാ വ്യക്തികളിൽ നിന്ന് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് വരുന്ന ഒരു റെസ്ലറാണ്. വെയ്റ്റ് ബാറ്റ് ഇങ്ങനെ പറഞ്ഞത് അത് സ്റ്റോറി പ്രകാരം വെയ്റ്റ് ബാറ്റ് ഡ്രൂവിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഡ്രൂ മാക്കൻഡയർ വെയ്റ്റ് ബാറ്റുമായി സംസാരിച്ച് ആ ഒരു ബാക്ക് സ്റ്റേജിലേക്ക് രൂക്ഷമായ ഭാവത്തോടു കൂടി നടന്നു പോകുന്ന ഒരു വീഡിയോ ഫൂട്ടേജിൻ്റെ കാര്യം ഞാൻ തുടക്കത്തിൽ പങ്കുവച്ചത്. അപ്പോൾ വെയ്റ്റ് ബാറ്റ് ഡ്രൂവിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. CM പങ്കിനെ പുറത്താക്കണമെന്നാണ് വെയ്റ്റ് ബാറ്റ് പറയുന്നത്. വെയ്റ്റ് ബാറ്റ് പറയുന്ന അഭിപ്രായങ്ങളോട് നിങ്ങളുടെ പ്രതികരണങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റ് MITB എന്ന് പറയുന്ന ലേഡർ മത്സരങ്ങളിലേക്കുള്ള ക്വാളിഫയിങ് മത്സരങ്ങൾ റോയിൽ WWE സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതും ഈ ക്ലാഷ് അറ്റ് ദി കാസിൽ പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ WWE കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് മത്സരങ്ങൾ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ
റോ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളത് ട്രിപ്പിൾ എച്ച് തന്നെ പോസ്റ്റ് ഷോ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് AJ സ്റ്റൈൽസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ക്ലാഷ് അറ്റ് ദി കാസിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലെ തുടക്കത്തിലെ മത്സരത്തിൽ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിനെ നേരിട്ട AJ സ്റ്റൈൽസ് ആ ഐക്യൂറ്റി മത്സരത്തിൽ പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ മത്സരം കഴിഞ്ഞതിന് ശേഷം AJ സ്റ്റൈൽസിന് ചില മെഡിക്കലി പെട്ടെന്നുള്ള ഒരു അറ്റൻഷൻ കിട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും AJ സ്റ്റൈൽസിന് വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടുണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. AJ സ്റ്റൈൽസിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത് AJ സ്റ്റൈൽസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ജാപ്പനീസ് റെസ്ലിംഗ് കമ്പനിയായ പ്രോ റെസ്ലിംഗ് നോഹയിൽ പോയി അദ്ദേഹം ജൂലൈ ഒരു മത്സരം കളിക്കുമെന്നുള്ളതാണ്. ജാപ്പനീസ് റെസ്ലിംഗിലെ ലെജൻഡായ മെർഫ്യൂജി എന്ന് പറയുന്ന റെസ്ലറിനെയാണ് AJ സ്റ്റൈൽസ് നേരിടാൻ പോകുന്നത്. പ്രോ റെസ്ലിംഗ് നോയും WWE ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് കുറച്ച് ദിവസം മുൻപത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചതാണ്. TNA-യുമായിട്ട് ഇപ്പോൾ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉള്ളതുപോലെയാണ് ജാപ്പനീസ് കമ്പനിയായ പ്രോ റെസ്ലിംഗ് നോഹയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് WWE ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രകാരമാണ് AJ സ്റ്റൈൽസ് കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം ജാപ്പനീസിൻ്റെ ഒരു റിങ്ങിലേക്ക് തിരികെ പോകുന്നത്. എന്തായാലും ആ ഒരു മത്സരം കിടിലൻ ആയിരിക്കും. മരുഫൂജി എന്ന് പറയുന്നത് എക്കാലത്തെയും മികച്ച ഒരു റെസ്ലർമാരിൽ ഒരാളുമാണ്. അപ്പോൾ AJ സ്റ്റൈൽസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ ഇങ്ങനെയാണ്. ഇത് AJ സ്റ്റൈൽസിൻ്റെ റിട്ടയർമെൻറ്റ് ടൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ AJ സ്റ്റൈൽസിൻ്റെ ആരാധകർക്കിടയിൽ ഉടലെടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള യാതൊരുവിധ ഔദ്യോഗികമായിട്ടുള്ള ഒരു അപ്ഡേറ്റും നമുക്ക് കമ്പനികളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.